ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചാള വെച്ച് നല്ല അടിപൊളി ഒരു പെപ്പർ ഫിഷ് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ ഈ ഫിഷ് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മളെല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമ്മൾ ചാളയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ കഴുകി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാളയിലേക്കൊന്ന് പുരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മസാല തയ്യാറാക്കണം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. കൂടെ നമുക്കൊരു 5 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു 4 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു 4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ നമുക്കൊരു 4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 4 ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു നെല്ലിക്ക ചെറുതാക്കി കട്ട് ചെയ്തും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വിനീഗറിന് പകരമാണ് നമ്മൾ ഈ നെല്ലിക്ക ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഈ മസാല നമുക്കിനി നല്ലതുപോലെ മീനിലേക്ക് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. നമ്മൾ മീനിൽ മസാലകളെല്ലാം തന്നെ പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഗ്രിൽ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മീൻ നിരത്തി കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങ എടുത്തൊന്ന് നേരിയതാക്കിയിട്ട് അതിൻ്റെ ജ്യൂസ് നമുക്ക് ഓരോ മീനിലേക്ക് ഒന്ന് ഒഴിച്ചെടുക്കാം. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം മറുപുറത്ത് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചെടുക്കാം. കുറച്ച് മല്ലിയില ഇട്ടുകൊടുക്കാം. കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തും കൂടി ചേർത്തെടുക്കാം. അപ്പം നമ്മുടെ പെപ്പർ ഫിഷ് ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.